20 വയസ്സായ കുട്ടികളാണെങ്കിൽ എല്ലാം പിന്നെ വായിൽ വാരി കൊടുക്കുന്നു. എന്തൊരു ജീവിതം! സ്നേഹത്തിന് പ്രത്യേകതയല്ല, അത് വിഷയമില്ല. പക്ഷേ സ്നേഹം കൊടുക്കേണ്ട സ്ഥലത്തേ കൊടുക്കാവൂ. എന്നും പറഞ്ഞ് സ്നേഹമില്ലാതെ പണ്ടുള്ള ആൾക്കാരെല്ലാം 10ഉം 15 മക്കൾ വളർത്തി ആഹാരം പോലും അവർ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളെ വളർത്തി അത്രയും കാലം വെച്ചു. അത്ര ദാരിദ്ര്യ കാലത്ത് അവർ നല്ല രീതിയിൽ വളർത്തി വിട്ടു. കാര്യം എന്താണ്? അവരൊരു സ്നേഹമില്ലാത്തതുകൊണ്ടോ? ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾ നമ്മളെ ദൈവമാണ്. അവരാണ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ പറ്റുന്ന 2 ഹൃദയമേ ഉള്ളത് മാതാവും പിതാവും. സ്വന്തം സഹോദരന്മാർ പോലും ക്ഷമിക്കില്ല, അവർ ഉടനെ ഒറ്റി കൊടുക്കും. മറ്റുള്ളവർ എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റ് ചെയ്താൽ നമ്മളെ കൂട്ടത്തിൽ നിൽക്കുക നമ്മളെ മാതാവും പിതാവും മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര തെറ്റ് ചെയ്താലും അവരെ ക്ഷമിക്കാനുള്ള ഒരു മനസ്സുള്ളത്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാതെ ഇരിക്കുക, അതാണ് ജീവിതം. അത് നമ്മളെ മക്കളെയും നമ്മൾ പഠിപ്പിക്കണം. ജീവിതം പറഞ്ഞു തന്നെ പഠിപ്പിക്കണം. നമ്മൾ മാക്സിമം നമ്മളെ മാതാപിതാക്കൾ എങ്ങനെയാണോ നമ്മളെ വളർത്തുന്നത്, അവരുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതേ സ്ഥാനമാണ് നമ്മളെ വീട്ടിൽ വരുന്ന ഭാര്യയായാലും അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന ഭർത്താവായാലും. നമ്മളെ പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാ കവിഞ്ഞ് അടുത്ത ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ നമ്മളെ പങ്കാളിയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിന് ഒറ്റ സൂത്രമേ ഞാൻ പറഞ്ഞു തരണുള്ളൂ. ഈ ഒറ്റ സൂത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട.